നിർത്തി തന്നെ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രാത്രി കാലം നമ്മുടെ മധ്യരായിരിക്കുന്ന ആമേൻ ജ്ഞാനസ്നാനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്റെ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഭവനത്തിനകത്തളങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ആമേൻ, ദൈവ സാന്നിധ്യം വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. രാത്രി കാലം ആമേൻ ആവണീശ്വരത്തു നിന്ന് കടന്നു വന്ന ദൈവദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവരുടെ ശുശ്രൂഷകളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ, ആമേൻ, അവരുടെ ആത്മീകമായ എല്ലാ മേഖലകളെയും ശരിക്കും അനുഗ്രഹിക്കേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. രാത്രി കടന്നു വന്ന ഹല്ലേലൂയ സുജാനെ കുടുംബമായി നമുക്ക് ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ ഭൂമികളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. തന്റെ ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഫറവോന്റെ ശക്തികൾ ആ ദേശത്തിൽ നിന്ന് വിട്ടുമാറേണ്ടതിന്, ചില ഫറവോന്റെ ശക്തികൾ ഹല്ലേലൂയ ഭവനത്തിന്റെ വെല്ലുവിളികളിൽ നിന്ന് വിട്ടുമാറേണ്ടതിന് രാത്രി കാലം ഓർത്ത് നമുക്ക് സ്തോത്രം ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ. ബാംഗ്ലൂരിൽ നിന്ന് കടന്നു വന്ന ഹല്ലേലൂയ സഹോദരന്മാർക്ക് സ്തോത്രം ചെയ്താട്ടെ. കുടുംബമായ കർത്താവിനെ സമാധിയെ ബലപ്പെടുത്തേണ്ടതിന് ഒരു വലിയ ആത്മീയ കാഴ്ചപ്പാട് കർത്താവ് നാളുകൾ കർത്താവ് കൊടുത്ത ആമേൻ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവ് പുറത്തു കൊണ്ടുവരേണ്ടതിന് ഒരുമിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യത്തോട് കൂടിയിരിക്കുന്ന സ്തോത്രം ചെയ്യാം. ഒരു വാഹനയാത്രകളിലൊക്കെ ദൈവത്തിന്റെ പരിപാലനം കൂടിയിരിക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. രാത്രി കാലം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മളോടൊപ്പമായിരിക്കുന്ന ആമേൻ സോണിയുടെ അമ്മച്ചിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കാലം നമ്മളോടൊപ്പമായിരിക്കുന്നത് ആ മാതാവിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി, വിടുതലിന് കാരണമായി, ആ കുടുംബത്തിന് ചില ഹല്ലേലൂയ പ്രതിസന്ധികൾ മാറിപ്പോകേണ്ടതിന്, ചില പ്രതികൂലങ്ങൾ വിട്ടുമാറേണ്ടതിന്, ആമേൻ, ചില വെല്ലുവിളികൾ വിട്ടുമാറേണ്ടതിന്, ഒരു വലിയ ശ്വാസം നൽകിക്കൊടുക്കേണ്ടതിന് രാത്രി കാലം സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഒരു സ്വസ്ഥത കണ്ട്, ഒരു സമാധാനത്തെ അനുഭവിച്ച് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് കൊടുക്കുന്ന ആയുസ്സിന്റെ അന്ത്യം വരെയും ആയിരിക്കാൻ സ്വർഗ്ഗമാ മാതാവിനെ സഹായിക്കുന്നത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ കർത്താവ് വിടുവിച്ചു പുറത്തു കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. രാത്രി കാലം ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ മധ്യരായിരിക്കുന്ന ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ അടുത്ത ഭവനത്തിൽ നിന്ന് കടന്നു വന്ന പൈതലിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പിലോമിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ സന്ദേശം ഹല്ലേലൂയ ഭവനത്തോട്, ഹല്ലേലൂയ തലമുറകളോട്, ആ പ്രിയപ്പെട്ടവരോട് ഹല്ലേലൂയ ഇടപെടേണ്ടതിന് രാത്രി കാല ദൈവം ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പത്രോസ് കാരാഗ്രഹത്തിനകത്തളങ്ങൾ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുമ്പോൾ അവരൊരു കൂട്ടം സാധാരണക്കാരായ അവനൊരു കൂട്ടം ദൈവമക്കൾ ഒരു ഭവനത്തിനകത്തളങ്ങളിൽ നിന്നുകൊണ്ട് അവരവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ബന്ധനത്തിന്റെ ആളുകൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്വർഗം അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് അവൻ സ്വർഗം തുറന്ന് ദൂതന്മാരെ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ ഇത് രാത്രിക്കാലം ആ ഭവനത്തോട് പ്രാർത്ഥിച്ചാട്ടെ, ആ തലമുറകളെ വലിച്ചത് പ്രാർത്ഥിച്ചാട്ടെ, അവൻ ആ പ്രിയപ്പെട്ടവരെ വലിച്ചത് പ്രാർത്ഥിച്ചാട്ടെ. ആ തലമുറ എന്റെ തലമുറകളാണ്, അവനെ പ്രിയപ്പെട്ട എന്റെ സഹോദരനാണ്. സ്വർഗമോടെ വിടുവിക്കണമേ, സ്വർഗമോടെ പുറത്തുകൊണ്ടുവരണമേ, വലിയ ദൈവമോട് ഫലത്തിൽ നടക്കണമേ രാത്രികാലം ഒരുമിച്ച് ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാധാരണമായ കരം അവരെ താങ്ങി നടത്തേണ്ടതിന് 2025 ചില യഥാസ്ഥാനം കർത്താവ് ഒരുക്കി കൊടുക്കേണ്ടതിനോ രാത്രികാലം ആ ഭവനത്തെ ഓർത്ത് അപ്രിയ ഹല്ലേലൂയ സഹോദരി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. രാത്രികാലം ആമേൻ, തങ്കമാമയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഒരു ഭാവി ആ കുഞ്ഞിനുണ്ടാകേണ്ടതിന്, ഹല്ലേലൂയ, ഒരു ദൈവിക വഴി കർത്താവ് അവർക്ക് തുറന്നു കൊടുക്കേണ്ടതിന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദേശത്ത് നിന്ന് അപാത്രമായി മാറുവാനല്ല, ദേശത്ത് പരിഹസിക്കപ്പെടുവാനല്ല. ആമേൻ, ഹല്ലേലൂയ, ഇത് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ നമുക്ക് കുടുംബത്തെ മകച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഒരു യേശുവിലേക്ക് വരുമ്പോൾ ഒരു കുരുടൻ അവൻ വഴി വീഴുന്നുകൊണ്ട് അവൻ വിളിക്കുന്ന വിളിയുണ്ട്, നസ്രനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉറക്കെ വിളിക്കുകയാണ്. അനേകർ അവന്റെ അടുത്ത് പറയുന്നു, മിണ്ടാതിരി, അവൻ നീ മിണ്ടാതിരിയടാ എന്ന് പറയുമ്പോൾ അവന്റെ വായെ അടയ്ക്കത്തക്കവണ്ണം ആഘോഷിച്ചു പറയുമ്പോൾ അവൻ അടങ്ങിയിരിക്കുന്നത് അവൻ പിന്നെയും വിളിക്കുകയാണ്, യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപ്പോൾ അവൻ നിന്ദിക്കുന്ന മധ്യേ, പരിഹസിക്കുന്ന മധ്യേ, വെറുത്തനായുള്ള മറന്നുള്ള മധ്യേ യേശു അവന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് ചോദിക്കുന്ന
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മെ ഹല്ലേലൂയ കുടുംബങ്ങളെ വധിച്ചു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആമേൻ. ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾ ആണെങ്കിൽ നിൽക്കരുത്, സ്തോത്രം പറഞ്ഞിരുന്നാട്ടെ. ദൈവം ചില അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാനിടയായിത്തീരും. തന്റെ ആൺകുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഓ ജീസസ്, ഹല്ലേലൂയ. മാതാവ് നാളുകളാൽ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങളുണ്ട് തന്റെ തലമുറകളെ ഓർത്ത്. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് അവർ മാനിക്കപ്പെടേണ്ടതിന്, ദേശത്ത് അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മുടെ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ കരം ആ കുടുംബത്തിൽ വെളിപ്പെടുത്തണേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നമ്മളോടൊപ്പമായിരിക്കുന്ന ചേച്ചിക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ തലമുറകളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ ഭവനത്തോട് ദൈവത്തിന്റെ കരുണയും സാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന് ഇന്ന് രാത്രികാലം ആ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അതെന്റെ കുടുംബമാണ്, അതെന്റെ രക്തമാണ്. ഹല്ലേലൂയ. എന്റെ രക്തത്തിന് രക്തവും മാംസമാണ്. ഹല്ലേലൂയ. ഞാൻ കുടുംബത്തെ പിടിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവൻ ഞാൻ അനുഭവിക്കുന്ന ഹല്ലേലൂയ സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ഹല്ലേലൂയ സമാധാനം ഭവനത്തിലും സ്വന്തം പകർന്നു കൊടുക്കേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. രാത്രികാലം ആ കാലിലെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തന്റെ പ്രിയപ്പെട്ടവരോട് കർത്താവ് ഇടപെടട്ടെ. വലിയ ഹാലിലെ മാറ്റങ്ങൾ, വലിയ സ്വസ്ഥതകൾ ഭവനത്തിനകത്തലങ്ങൾ വെളിപ്പെട്ട് കാണുക. നമുക്ക് രാത്രികാലം ആ കുടുംബത്തെ മറിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കനാന സ്ത്രീ ആയിരിക്കുന്ന അവനൊരു ഹല്ലേലൂയ സ്ത്രീ, അവൾ ഏത് ജാതിക്കാരിയാണെന്ന് അവനറിയത്തില്ല. അവൻ അവിടെ ജാതി പറയുന്നില്ല, കുലം പറയുന്നില്ല. അവൻ ഹല്ലേലൂയ ഏത് വർഗക്കാരിയാണെന്ന് പറയുന്നില്ല, ഏത് സമുദായക്കാരിയാണെന്ന് പറയുന്നില്ല. അവൾ യേശുവിനെ അടുക്കൽ ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. അവർക്കുള്ള ഭവനത്തിനകത്തളങ്ങളിൽ അവരുടെ മകൾ ഹല്ലേലൂയ ഭൂത ഉപദ്രവമായി ഒരു ഭ്രാന്തിയായി ഭവനത്തിനകത്തളങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഭവനത്തിനകത്തളങ്ങളിൽ അവരെ പൂട്ടിയിട്ടിരിക്കുകയാണ്. യേശുവിന്റെ അടുക്കൽ പറയുവാൻ ഒന്നേ ഉള്ളൂ. അവൻ ഹല്ലേലൂയ എന്റെ മകൾ സൗഖ്യമാകണം, എന്റെ മകൾക്ക് സൗഖ്യം വരണം. അവൻ അത് നിന്നാൽ സാധിക്കുമെന്ന് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് പറയുമ്പോൾ അവളോട് ചോദിക്കുന്നില്ല. ഏത് ജാതിയ കുലമേതാണ്, ഏത് വർഗക്കാരിയാണ് ഒന്നും ചോദിക്കാതെ അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് യേശുവാണെങ്കിൽ രാത്രികാലം ആ കുടുംബത്തെ സ്വർഗ്ഗം വിടുവിക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. രാത്രികാലം ഹല്ലേലൂയ നമ്മുടെ കൂടെ ആയിരിക്കുന്ന അവസര ശിശുവോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പമായിരിക്കും. തന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ, തന്റെ കുടുംബത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. തന്റെ തലമുറകൾക്ക് വലിയ വിടുതലായി മാറട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആ ഭവനത്തിനകത്ത് നമ്മൾ യേശു വസിക്കട്ടെ. ആ ഭവനത്തിനകത്ത് നമ്മൾ യേശു ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രികാലം അവൻ ഇറങ്ങി വന്നാൽ അവൻ കാല് വെച്ചാൽ അവൻ സ്ഥിതികൾ മാറും, അവൻ അവസ്ഥകൾ മാറും. യേശുവിന്റെ അസാധാരണമായ കൃപാവരങ്ങളെ കൊടുത്തോ. സഹോദരങ്ങൾ മാനിക്കുന്നത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്തിന് വേണ്ടി ഇടുമെന്നത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ശക്തീകരിക്കേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇത് രാത്രികാലം ഹല്ലേലൂയ കുടുംബത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സ്ഥാനത്തേക്ക് കടന്നു പോയിരിക്കുന്നു. അവരുടെ യാത്രകളിൽ അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കുന്നത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അമ്മയ്ക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദേശത്ത് അവരായിരിക്കുന്നത് ഈ ദേശത്തിന് ഒരു ഹല്ലേലൂയ അനുഗ്രഹമായി മാറേണ്ടതിന് ഈ ദേശത്തെ ഹല്ലേലൂയ ആമേൻ ഇടുവിൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി സ്വർഗ്ഗവരെ ഹല്ലേലൂയ ബലപ്പെടുത്തേണ്ടതിന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തലമുറകളാൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബനാഥനെ ചൊല്ലി ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങൾ ദേശത്ത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസികമായ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവ വൈദ്യുതികൾ ദേശത്ത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിലും അടിമപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുടുംബ വ്യക്തി ജീവിതങ്ങൾ ദേശത്ത് കാണോ. ഇന്ന് രാത്രികാലം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ പ്രാർത്ഥന ഈ ദേശത്ത് ഈ ചുറ്റുവട്ടങ്ങളിലുള്ള കുടുംബങ്ങൾക്ക്
ആമേൻ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്ത് നിന്ന് അനേക ഉന്നതമായ നിലവാരങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുവാൻ തലമുറകളെ കർത്താവോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്ത് നിന്ന് അനേക ഉന്നത അധികാരത്തിലേക്ക് നമ്മുടെ തലമുറകളെ കടന്നു വരേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ പകച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണം, വിടുതലിന് കാരണം, സമാധാനത്തിന് കാരണമായി മാറേണ്ടതിന് നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ലാസറ്റാക്കൾ കൊണ്ട് കടന്നു വന്ന് ഈ ദേശത്തെ ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും വഹിച്ചുകൊണ്ട് ആത്മാവിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ്. പരിശുദ്ധ പിതാവേ, നിത്യനായ ദൈവമേ, ഈ നല്ല സന്ധ്യയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങളെ ഈ മുറ്റത്ത് കർത്താവെ ഇവിടെ നടത്തുന്ന ഈ പ്രാർത്ഥന ഒരു വലിയ വിടുതലിന്റെ പ്രാർത്ഥനയായി തീരുവാൻ ഈ പ്രദേശത്തിന്, ദേശത്തിന്, സമൂഹത്തിന് കർത്താവെ അനേക വ്യക്തി ജീവിതങ്ങൾക്ക് കർത്താവെ വിടുതലായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ ഭവനാങ്കണത്തിലായിരിക്കുന്ന കർത്താവെ അങ്ങയുടെ കുഞ്ഞുങ്ങൾ, കർത്താവെ പ്രത്യേകിച്ച് അങ്ങയുടെ ഭക്തന്മാർ, കർത്താവെ അവരിൽ കൊടുത്തിരിക്കുന്നതായ കർത്താവെ വലിയ താലന്റ് കർത്താവെ ഈ പ്രദേശത്ത് ചെയ്യുവാൻ, കർത്താവെ അതിന് വലിയ വിടുതലായി തീരുവാൻ, വലിയ സംരംഭമായി തീരുവാൻ ഇടയാക്കുന്ന കൃപയ്ക്കായി കർത്താവെ ജോസ് പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഡേറ്റസ് പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരിമാരെയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഈ പ്രദേശം കർത്താവെ അനുഗ്രഹത്തിന്റെ ഒരു പ്രദേശമായി മാറുവാൻ, അനേക വ്യക്തി ജീവിതങ്ങൾ ഉണരുവാൻ, കർത്താവിനെ ആശ്രയിപ്പാൻ, കർത്താവിനെ കണ്ടുമുട്ടുവാൻ, ദൈവമേ ഇതൊരു നിത്യ ജീവിതം, കർത്താവ് ഇതൊരു നിത്യ ജീവിതമെന്ന് അറിയുവാൻ നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇപ്പോൾ കർത്താവെ ഞങ്ങൾ അല്പസമയം തൃപ്പാതിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. സന്നിധിബോധത്തോടായിരിക്കാൻ അവിടുന്ന് സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ ശ്രമിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. എല്ലാവരും അവരിക്കും ഒരു വാക്കൂടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കുവാനുണ്ട്. ആമേൻ പ്രത്യേകിച്ച് നമ്മുടെ ഷീജയെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നമ്മളോടൊപ്പമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ, വിടുതലിന് കാരണമായി മാറട്ടെ. ഹല്ലേലൂയ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ആമേൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തന്റെ തലമുറകളെ സ്വർഗ്ഗം അനുഗ്രഹിക്കേണ്ടതിന്, തന്റെ പ്രിയപ്പെട്ടവനായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കേണ്ടതിന്, ആമേൻ ഹല്ലേലൂയ തന്റെ തലമുറയ്ക്ക് നല്ലൊരു ഭാവി ഉണ്ടാകേണ്ടതിന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മാതാവിന് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അവന് ഇന്ന് രാത്രികാലം ആമേൻ പൂർണ്ണമായ വിടുതലും ആരോഗ്യവും കർത്താവ് സൗഖ്യം കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇവിടെ ഹല്ലേലൂയ നമുക്ക് ഈ ഭവനം പ്രാർത്ഥനയ്ക്കായി തന്ന ആമേൻ അങ്കളിനെ മാറ്റി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അവർ മറ്റൊരു ദേശത്തായിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി അവരെ ബലപ്പെടുത്തേണ്ടതിന്, അവരായിരിക്കുന്ന മേഖലകളിൽ അവരെ ശക്തീകരിക്കേണ്ടതിന്, അവരെ ഹല്ലേലൂയ ഹല്ലേലൂയ വഴി നടത്തേണ്ടതിന് ഇന്ന് രാത്രികാലം ആമേൻ ആ പ്രിയപ്പെട്ടവരെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സാധാരണമായ സാന്നിധ്യം അവരെ ആമേൻ താങ്ങി നടത്തേണ്ടതിന് നമുക്ക് സ്തോത്രം ചെയ്യാം. മാനസികത്തിനായിരിക്കുന്നവർ ശാരീരികമായൊക്കെ അസ്വസ്ഥതകളുള്ളവരാണ് എങ്കിലും ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ബലവും ശക്തിയും കൊടുത്ത് പൂർണ്ണമായി കർത്താവ് നിർത്തുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ആമേൻ കൂടുതൽ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആമേൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ ചില ഹല്ലേലൂയ കാര്യങ്ങൾ ഹല്ലേലൂയ കൈമാറുവാനുണ്ട്. ആ കാര്യങ്ങൾ ഹല്ലേലൂയ നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ കൈമാറുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ചില വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടതിന്, ചില വ്യക്തികളെ കർത്താവ് കൊണ്ടുവരേണ്ടതിന് ഇന്ന് രാത്രികാലം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ചില കാര്യങ്ങൾ കൈമാറുവാനുണ്ടെന്ന് പറഞ്ഞത് ഒരു ഭവനം അവർക്ക് വിൽക്കുവാനുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഭവനം എത്രയും വേഗം ആമേൻ വിൽക്കുവാൻ, അതിന് മാന്യമായിരിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഭൗതിക നന്മ കിട്ടണം. ആമേൻ ഹല്ലേലൂയ കാര്യങ്ങൾ വളരെ അനുഗ്രഹമായ നിലവാരങ്ങൾ ചെയ്യുവാൻ ആമേൻ എത്രയും വേഗം ആമേൻ അതിന് ആവശ്യക്കാരെ കർത്താവ് കൊണ്ടുവരേണ്ടതിന് ആമേൻ നമുക്ക് ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ രണ്ട് വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല
പിതാവേ, പ്രത്യേകിച്ച് ഷീജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറഞ്ഞ എല്ലാ വിഷയങ്ങളുമേലും ദൈവത്തിന്റെ കരവും കാവലും കൊണ്ടിരുന്നു. കർത്താവ് ബലത്തോടെ നടത്തി, ശക്തിയോടെ കർത്താവ് ദേശത്ത് നിർത്തി. ആമേൻ, സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് കർത്താവ് വളരെ പ്രത്യാശയോടെ ആമേൻ ശത്രുവിന്റെ മുൻപിൽ ആമേൻ തലയുയർത്തി നിൽക്കുവാൻ സ്വർഗം ആമേൻ ഹല്ലേലൂയ ശക്തി കൊടുത്ത് അവിടെ നിർത്തുമാറാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ആമേൻ അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും ഇന്ന് രാത്രികാല ദൈവമക്കൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് വളരെ ആമേൻ അനുഗ്രഹമായ നിലവാരത്തിൽ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ യാത്രകളിലും ദൈവത്തിന്റെ കാവൽ പരിപാലനം കൊണ്ടിരുന്ന അവരെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് രാത്രികാലം അമ്മയിൽ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ പ്രാർത്ഥനകളായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ അല്പസമയം ആമേൻ നമ്മൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആമേൻ ശ്രദ്ധിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയിൽ ഹല്ലേലൂയ 2 ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ 2 ദൈവദാസന്മാർ നമ്മളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ സംസാരിക്കുവാനിടയായിത്തീരുമത് ആമേൻ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ ദേശത്തിനും അത് വലിയ വിടുതലും അനുഗ്രഹത്തിനും കാരണമായി മാറുവാനിടയായിത്തീരും. ആമേൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പട്ടാഴി നടന്നു വന്ന ആമേൻ ഞാൻ മുൻപോട്ട് കടന്നു വരും. ആമേൻ ഹല്ലേലൂയ. ഏകദേശം ഒരു 15 മിനിറ്റ് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം തനിക്ക് കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ആമേൻ രാത്രികാലം നമ്മളോട് പ്രസ്താവിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി മുൻപോട്ട് ഹല്ലേലൂയ ദൈവദാസനെ ഞാൻ സ്വാഗതം ചെയ്യും. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഇവിടെ വരുവാൻ ഇടയായത്. സ്തോത്രം. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിരുന്നു പ്രിയ ദേവദാസന്റെ ഭവനത്തിൽ. അതും പ്രതീക്ഷിക്കാതെ ഉള്ള സമയത്തായിരുന്നു. ഇന്നും അതുപോലെ തന്നെ പ്രിയ ദേവദാസൻ ടൈറ്റസ് പാസ്റ്റർ എളമ്പലിന്റെ പ്രദേശത്ത് എൻ്റെ ഭവനം അവിടെയാണ്. താമസിക്കുന്നത് സ്തോത്രം എളമ്പലാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടുകൊണ്ടുപോകാൻ ചുരുക്കി പെട്ടെന്ന് പറയുകയായി. അങ്ങനെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, സമ്മതിക്കുന്നു. ഓഹേ, പിന്നെ വീട്ടിലും പോയില്ല, നേരെ അവിടെ നിന്ന് കുടിച്ചു പോരുവാണ്. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ടാണ് ഞാൻ പറയാൻ കഴിയും. വേദവസ്തു പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഓരോ ദൈവവൈദ്യരും വചനം എടുത്ത് അതെ വചനത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി, അതായത് ദൈവം എന്താണ്, ദൈവത്തെ പറ്റി എന്ത് മനസ്സിലാക്കുന്നു, അവർ അതിനെ എല്ലായിടത്തും പോയി വിളംബരം ചെയ്യുന്നു. അതാണ് ദൈവ ഉദ്ദേശം. വേദവസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അതാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ വെളിച്ചപ്പാട്, അതായത് അതായത് സത്വർത്തമാനം മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. അതാണ് ദൈവം തമ്പുരാൻ നമ്മളെപ്പറ്റി, അതായത് അറിഞ്ഞിരിക്കുന്നവരെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും, എനിക്കെന്നല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കേണ്ട അത്യാവശ്യം. അത് എവിടെയില്ല, ഏത് ജാതിയില്ല, ഏത് മതത്തിനില്ല, ഏത് പ്രദേശത്തില്ല. നമുക്ക് പോയി പറയുന്നത് ഇതൊന്നും അല്ല. അദ്ദേഹം വളരെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വളരെ പക്വതയേറിയ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഒരു വ്യക്തി ആ കാലത്ത് അറിവിന്റെ അങ്ങേയറ്റത്തെ മുടിയൂടെ പറയും. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതെല്ലാം എടുത്തു, ഇതെല്ലാം ഞാൻ ചെയ്യണമെന്ന് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ചൂടുകൊണ്ടാൽ എല്ലാം ദൈവത്തെ പ്രാർത്ഥന എന്റെ നിനക്ക് മതി. നമുക്ക് ആ തുകയുണ്ടെങ്കിൽ നീ എൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ പറയും. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി ഉണ്ടായിരുന്നു, റെയിൽവേ. അവിടെ നിന്ന് റിട്ടയർഡായി. ആ ജോലി അത് കഴിഞ്ഞു ഇന്ത്യയുടെ മിക്കവാറുള്ള സ്ഥലങ്ങളിലെല്ലാം സ്തോത്രം യാത്ര ചെയ്യുകയും ജോലിയോടനുബന്ധിച്ചാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പദവിയിൽ അവിടെ പെട്ടെന്ന് അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു. അതിനുശേഷം
സെറ്റിൻ്റെ കടമ്പൾക്ക് പ്രദേശത്തായിരുന്നു. എല്ലാവരും അറിയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സമീപനത്തിൽ എല്ലാവരും അറിയാം. അപ്പം അവിടെയായിട്ട് അവിടെ പോവുകയും സെറ്റിലാവുകയും എനിക്ക് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. വളരെ സന്തോഷമായിട്ട് അവിടെ ഒരു വിശ്വാസിയാണ്. ഇപ്പം ഒരു സ്റ്റുഡൻറ്, ഒരു വിദ്യാർത്ഥിയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചേർന്ന് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വയസ്സായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പം പറയാൻ കാരണം എന്താണ്? ബൈബിള് നമ്മൾ തൊട്ട് പഠിക്കും. അതിൻ്റെ ഒരു വരി പഠിച്ചാൽ അവൻ അറിയാവത്തില്ല. പ്രചോദനമാണ് അതിനകത്ത്. നമുക്ക് സമാധാനവും സന്തോഷവും തരുന്ന ഒരേ ഒരു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നു. അതുപോലെ അത് നമുക്ക് ഇങ്ങോട്ട് ദൈവത്തിനായിട്ട് ഫലം നമുക്ക് തരും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ആരും കണ്ടിട്ടില്ല. സ്തോത്രം. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്വസിക്കുന്നത്, ആ ദൈവത്തിനാണ് നമുക്ക് നമുക്ക് വേദവസ്തുത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ഇപ്പോഴത്തെ സംഘടനക്കാരൻ പറയുന്നത് തുടങ്ങിയവർക്ക് സമീപത്ത് ആ ദൈവമാണ് നമ്മൾ. അതായത് നമ്മുടെ ഓരോ നൃത്തത്തിലും നമ്മുടെ കൂടെ ആശ്വസിപ്പിക്കുന്നതിനായ ദൈവം. സംഘടനക്കാരൻ അടുത്ത വാക്യത്തിൽ പറയുന്നത് നിന്റെ ഗമനത്തെ ആഗമനത്തെ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാവുന്ന വാക്ക് പറഞ്ഞവനായ കർത്താവ് നമ്മുടെ ദൈവമല്ല, വേറെ ഒന്നില്ല. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് നിത്യനായ ദൈവം. ഇവിടെ മാത്രമല്ല, നമുക്കൊരു നിത്യതയുണ്ട്. നമ്മൾ അതിലേക്ക് പോകണം, അതിലേക്ക് വിചാരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. സാക്ഷ്യം ഞാൻ അല്പസമയം എൻ്റെ ഔദ്യോഗിക ജീവിതമെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം മുട്ടലും പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായി. ഇരിക്കാനും ഇരിക്കാനുള്ള എല്ലാ കപ്പാസിറ്റി നിന്നു. നമുക്കെല്ലാം ആശ്രയമാണ് മെഡിക്കൽ കോളേജാണ്. ഹാളിൽ അങ്ങനെ നേരെ അവിടെ പോയി അവിടെ ചെന്ന് പരിശോധിച്ചു. 4 നാൾ രാത്രി ഞാൻ ഉറങ്ങിയില്ല. അവിടെ നിന്ന് പരിശോധിച്ചതെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞു പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്തു. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങിപ്പോയി. അപ്പോൾ അതിന് അതായത് ഇനി അമാന്തിക്കരുത്, പെട്ടെന്ന് തന്നെ അത് നടത്തണം. ഡോക്ടർമാരെല്ലാം അതിന് വിധി എഴുതി. ഓക്കെ, ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുന്ന് കുറച്ച് മരുന്നൊക്കെ മേടിച്ച് കഴിച്ച് അതും എനിക്ക് റിയാക്ഷൻ അടിക്കാം. കാരണം ഡോസ് കൂടിയ മരുന്ന് അതും കൂടെ ഇതിനകത്ത് എഫക്റ്റ് ആയപ്പോഴത്തേക്കും ആകെ എനിക്ക് കൺഫ്യൂഷനായി, വല്ലാത്ത കഷ്ടപ്പാടായി. ഞാൻ ലാസ്റ്റ് എന്താ ചെയ്യുക? സ്തോത്രം. അവിടെ 2-3 ദിവസം കഴിഞ്ഞ് അവരെല്ലാ ചെക്കപ്പും കഴിഞ്ഞപ്പം നമുക്ക് കൊളസ്ട്രോള്, ഷുഗർ, അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യമായ കാര്യങ്ങളൊക്കെ അധികമായിട്ടുള്ളതിനൊക്കെ അവർ അതിനെ കുറയ്ക്കണം. എന്നാലേ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം നോക്കുമ്പോൾ എനിക്ക് അതെല്ലാം നോർമലാണ്. കൊളസ്ട്രോള്, അതുപോലെ ഷുഗർ, പിന്നെ പ്രഷർ, ഇങ്ങനെയുള്ള അത്യാദി കാര്യങ്ങളിലെല്ലാം എനിക്ക് നോർമലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഒരു ദിവസം അവർ ഫിക്സ് ചെയ്ത് രക്തം വേണം. രക്തം പരിശോധിച്ചപ്പോഴോ എൻ്റെ രക്തം വളരെ റെയർ, എല്ലായിടത്തും കിട്ടുന്നില്ല. സ്തോത്രം. AB നെഗറ്റീവ് എന്ന് പറഞ്ഞ രക്തം അത് എല്ലായിടത്തും കിട്ടുന്നില്ല. അതിന് അവർ പറഞ്ഞു അതുണ്ടെങ്കിലേ പറ്റൂ. 6 UP രക്തമുണ്ട്. സ്തോത്രം. ഞാൻ വിചാരിച്ചു ഇനി ഇത് എവിടെ പോകും. അങ്ങനെ മെസ്സേജ് മറ്റു പരസ്യങ്ങളെല്ലാം കൊടുത്തു. അതായത് നമ്മൾ രാഷ്ട്രീയ രീതിയിലും പോലീസിൻ്റെ രീതിയിലും അങ്ങനെ എല്ലായിടത്തും കൊടുത്തു. പക്ഷേ ഈ രക്തമുള്ളത് പഞ്ചായത്തിൽ പോലും ചിലപ്പോൾ കാണുന്നില്ല. ഈ AB നെഗറ്റീവ്. കാരണം ചില രക്തങ്ങൾ അങ്ങനെ ലാസ്റ്റിൽ പലരും ചോദിച്ചു അത് മാത്രമാണോ ഒരു ഓപ്പറേഷന് 1 കുപ്പി രക്തം അല്ലെങ്കിൽ 2 കുപ്പി രക്തം വേണമെങ്കിൽ അത് ഒരു ദിവസത്തിൽ കൂടി വെക്കാനും പറ്റില്ല. അതിൻ്റെതായ ഒരു ജീവനില്ലയോ രക്തം. നമ്മൾ ബൈബിളിൽ പറയുന്നത് രക്തം ജീവനാണ്. ആ ജീവനൊരു പവറുണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പോയി. അതിനകത്ത് വെച്ച് അത് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും അതിന് ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ ആ സമയത്ത് ഒരു 1-2 കുപ്പി മെഡിക്കൽ കോളേജിൽ, അതുപോലെ തന്നെ ശ്രീചിത്രയിൽ നമ്മളെല്ലാം അന്വേഷിച്ചു. എല്ലാം ഇത് കിട്ടാൻ പ്രയാസം. ഇതുണ്ടെങ്കിലേ പറ്റും. എന്തിനു പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങളിത് പോരുന്നു, മരുന്ന് മേടിച്ചോണ്ട് പോരുന്നു, മരുന്ന് കഴിച്ചു. ഒറ്റ വാക്കുകൾ ചുരുക്കി പറയട്ടെ, ഈ നിമിഷം വരെ പിന്നെ ഒരു കുഴപ്പമില്ല.
ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മുമ്പിൽ ഇന്നും നല്ല സ്റ്റഡി ആയിട്ട് സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ചെറിയൊരു നിമിഷം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പിന്നെ ചെക്കിങ്ങിനും പോയിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഏതെല്ലാം രീതി കടമ്പകൾ കടക്കേണ്ട സമയത്ത് ഒറ്റ വിധി ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. ആ ദൈവത്തെയാണ് ഇന്ന് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം നമുക്ക് ഇത്തിരി അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പറയുന്ന ദൈവമല്ല. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും പേർക്ക് ഈ ഒരു ഭാഗ്യം തന്നതിൽ ഞാൻ വളരെയേറെ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ പറയാ, നമുക്ക് ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഈ വചനം എടുത്ത് മറ്റുള്ളവർക്ക് അറിയിപ്പ് കൊടുക്കണം. നമ്മൾ ഏതെല്ലാം കടമ്പ കിടക്കേണ്ടത് ഞാൻ അനുഭവസ്ഥ. അപ്പൊ ആ സ്ഥാനത്ത് ദൈവം എന്നെ രക്ഷിച്ച ദൈവം, ആ ദൈവം വലിയവനായ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് വേറെ ഒന്നും, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് നീങ്ങി കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ വിളിക്കും. ഒരു വാക്യം തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളുണ്ട്. എപ്പോഴും സന്തോഷിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അടുത്ത വരികളെ, ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം മതി. അതിന് മുമ്പോട്ടുള്ള വാക്യങ്ങൾ ഞാൻ പറയട്ടെ. ക്രിസ്തു യേശുവിന് ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. ഏത് സമയത്തും പ്രാർത്ഥന എന്ന ആ പ്രാർത്ഥനയുടെ ആ മാധുര്യം മനസ്സിലാക്കണം. നമുക്ക് വേറെ ഒന്നിനും നമുക്ക് ധ്യാനിക്കേണ്ട, വേറെ ഒന്നിനും നമുക്ക് പോകണ്ട, വേറെ ഒന്നും നമുക്ക് നേടേണ്ട ആവശ്യമില്ല. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നുകൊണ്ട് എപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ട സംഗതി, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളെ പറ്റി, എന്നെ പറ്റി, ഇവിടെ ഇരിക്കുന്നവരെ പറ്റി, നമുക്ക് ഓരോരുത്തരെയും പറ്റി ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥിപ്പിക്കും, ഇടപെടാതെ പ്രാർത്ഥിപ്പിക്കും. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആ വിഷയം നമ്മൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ നമ്മൾ എവിടാണോ എത്തേണ്ടത് ആ രീതിയിൽ നമ്മളെ എത്തിച്ചു. അതാണ് ദൈവം തമ്പുരാന്റെ മഹത്വം. നമ്മള് അന്യതായിപ്പെട്ടു പോയാൽ തന്നെ ദൈവ ഉദ്ദേശം അവിടെ സാധിച്ചിരിക്കും നമ്മളെ കൊണ്ട്. ഈ ലോകം എന്ന് വെച്ചാൽ റോമാലേഖനത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൽ തന്നെ ജീവിക്കണം. കാരണം ഈ ലോകം അങ്ങനെയാണ്, അത് ചെകുത്താന്റെ കൈ കൊടുത്തിരിക്കുകയാണ്. അതിനെ ധർമ്മം ചെയ്തിട്ട് നമ്മള് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് അതിന്റെ പ്രതിഫലം തന്നിരിക്കണം. അതാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നത്, എന്താ, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാമെന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞവനായ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നു. അതിന്റെ 121 സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു. 7-8 ഒന്ന് വായിച്ചു. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമുക്ക് വേറെ ഒന്നും നേടാനില്ല, നമുക്ക് വേറെ ഒന്നും പറയാനില്ല ഈ ലോകത്ത്. ഈ 2 വാക്യം, ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുന്നവനായ ദൈവം, നിന്റെ പ്രാണനെ. വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വേറെ ഏതെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ പ്രാണനെ പരിപാലിക്കുന്നവന് എന്ന് വേറൊരാടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തമ്പുരാന്റെ പിൻഭാഗെ നമ്മൾ ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ആ ദൈവമാണ് നമ്മളെ നടത്തുന്ന ദൈവം. ആ ദൈവം നിത്യനായ ദൈവമാണ്. ആ ദൈവം നമുക്ക് എന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ഇത്രയും ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്ക് നമുക്ക് ആശ്വസിപ്പാൻ ഇങ്ങനെ സമയം കിട്ടിയതിൽ ഞാൻ
വളരെ സന്തോഷമാണ്. കാരണം നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളിൽ നമ്മൾ ഇതിങ്ങനെയാണോ ഇങ്ങനെയാണോ അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അവസാനം പറഞ്ഞില്ലേ, ഓരോ പ്രശ്നത്തിൽ വരുമ്പോൾ അത് ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കില്ല ഇങ്ങനെ പല കടമ്പകൾ. ഇതിനെല്ലാം നേടിത്തരുന്നത് ഒരേ ഒരാൾ നമ്മുടെ ദൈവം ഇവിടെ അല്ലാതെ വേറെ ആളില്ല. ആ ദൈവത്തിൽ ഇടപെടാതെ ദൈവം ഇഷ്ടമെന്ന് വെച്ച് നമ്മളെ കണ്ട് ആ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് എന്നേക്കും നമ്മളെ ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമുക്ക് ഓരോരുത്തരും ഭാഗ്യം തന്നെയാണ്. നമുക്ക് ആ ദൈവത്തിന്റെ കൽപ്പനകളനുസരിച്ച് വചനം വിട്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പാടില്ല. വചനത്തിൽ അടിയുറച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇത് സുപ്രസാദ ദിനം പ്രിയരേ, ഇത് തന്നെ കരുണാ സമയം. ഇത് സുപ്രസാദ ദിനം പ്രിയരേ, ഇത് തന്നെ കരുണാ സമയം. കാൽവറിയിൽ പൂർത്തിയാക്കിയതാ രക്ഷയ്ക്കായി വന്നിടുക. കാൽവറിയിൽ പൂർത്തിയാക്കിയതാ രക്ഷയ്ക്കായി വന്നിടുക. അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ, അധ്വാനിക്കും സ്നേഹിതരെ, ഭാരം ചുമപ്പവരെ. അതുകൊണ്ട് എനിക്ക് ഈ സന്ധ്യാസമയത്ത് സഹോദരിമാരോട് പറയാനുള്ളത്, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും പറയാനുള്ളത്, നമ്മൾ ഈ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് കടമ്പകൾ നമുക്ക് വന്നോട്ടെ, ഏത് പ്രവർത്തനങ്ങൾ വന്നോട്ടെ, നമുക്ക് അവിടെ എല്ലാം നമുക്ക് ദൈവം തമ്പുരാൻ നമ്മളെ എത്തേണ്ടുന്ന സ്ഥലത്തെത്തിക്കും. ആരും അരുവിൽ ഒരു തുണയില്ലെന്ന് ഒരുവരും നീ നിനയരുതേ. ആരും അരുവിൽ ഒരു തുണയില്ലെന്ന് ഒരുവരും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുവിനിറങ്ങി കാത്തിരിക്കും കുറുപ്രാവേനൻ ഇടവരാറായി. കുറുവിനിറങ്ങി കാത്തിരിക്കും കുറുപ്രാവേനൻ ഇണവരാറായി. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവികമാകുന്ന വചനത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ഇടപെടാതെ ദൈവ ഇഷ്ടം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. എനിക്ക് വേണ്ടിയും എൻ്റെ ഭവനത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും എൻ്റെ ഫാമിലിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനം പിതാവ് ഇന്ന് രാത്രി കാലം ആമേൻ വലിയ പ്രിയപ്പെട്ടവനെ സ്വർഗം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹമായിരിക്കുന്ന സാക്ഷ്യം ആമേൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം നമ്മളോട് സംസാരിക്കാൻ സ്വർഗം ബലപ്പെടുത്തിയതിനായി നമുക്ക് ഒരുമിച്ച് കുടുംബത്തെ ഓർത്ത് തന്നെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. തൻ പറഞ്ഞ വാക്യം ആമേൻ പ്രാർത്ഥിപ്പീൻ, എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. ആമേൻ പ്രാർത്ഥന ആമേൻ നമുക്ക് മറുപടി തരുന്നതാണ്. ഹല്ലേലൂയ. ഹന്ന ഒരിക്കൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ആലയത്തിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹന്ന ആമേൻ ഇടപെടാതെ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട ആമേൻ സ്ഥാനത്ത് ഹന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പുരോഹിതൻ വരെ അവളെ നിന്ദിച്ചു പറയുവാനിടയായി തീർന്നു. ആമേൻ. എങ്കിലും ആമേൻ അവൾ ഹല്ലേലൂയ അതിന്റെ മുൻപിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന വെറുതെ അല്ല, പ്രാർത്ഥന നമ്മളെ ശക്തീകരിക്കുന്നതാണ്. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ചില മിനിറ്റുകളുണ്ട്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ആമേൻ കേൾക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി തുടർന്നുള്ള സമയങ്ങൾ ടൈറ്റസ് ഭാഷ മുൻപോട്ട് ക്ഷണിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. യേശു എന്നടിസ്ഥാനം
സ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ഓ യേശു എന്നാടിസ്ഥാനം ആശയവനിലത്രേ യേശു എന്നാടിസ്ഥാനം ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. പ്രാർത്ഥിക്കാം. കരുണയിൽ കൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്ത് വെച്ച് നടക്കുന്ന ഈ ഐക്യക്കൂട്ടായ്മയും ഒന്നിച്ച് തിരുപാദത്തിലായിരിക്കാനും അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷകൾ ഞങ്ങൾക്ക് കർത്താവെ അനുഭവിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അനന്തരം ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ചു. തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചല്ലോ. ചില നിമിഷങ്ങൾ കൂടെ ഞങ്ങൾ ദൈവവചനത്തിന്റെ ചുറ്റാകെയായിരിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവിക ആലോചനകൾ, അരുളപ്പാടുകൾ, ദൈവത്തിന്റെ പ്രബോധനങ്ങൾ, പ്രവചനങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അവിടുന്ന് നൽകി തരണമേ. അത് ഞങ്ങൾ കർത്താവെ പ്രാപിക്കുവാനുള്ള തിടുക്കത്തോടെ, ഒരുക്കത്തോടെ, ഉത്സാഹത്തോടെ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയിൽ കാക്കും സൂക്ഷിക്കും. പ്രാർത്ഥനകൾക്കായി സ്തോത്രം, മാനം, മഹത്വം അങ്ങ് അവിടെ നിന്ന് എടുക്കണം. യേശു കർത്താവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിലുള്ള നന്ദി വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് അല്പ ചില നിമിഷങ്ങൾ പങ്കിടുവാൻ ഒരവസരം കൂടെ ദൈവം എനിക്ക് ഈ ഉലകത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പകൽ കണ്ട എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ പ്രാണനെ ദൈവം സൂക്ഷിച്ചു. ആപത്ത് വരാതെ, അനർത്ഥം വരാതെ, രോഗദുഃഖാദികൾ, കഷ്ടനഷ്ട പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, അങ്ങനെയുള്ള യാതൊന്നും നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പടകിനെ ആഞ്ഞടിച്ച് ലോകമാം സമുദ്രത്തിൽ മുങ്ങിപ്പോകുവാൻ സമ്മതിക്കാതെ നല്ല അമരക്കാരനായി ക്രിസ്തു യേശു നമ്മുടെ പടകിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് രാത്രി നാം ജീവനുള്ള ദൈവികളായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നാം ഒന്നും വെട്ടിപ്പിടിച്ചടക്കിയില്ലെങ്കിലും, ഒന്നും കരകസ്ഥമാക്കിയില്ലെങ്കിലും, ഒന്നും നേടിയില്ലെങ്കിലും ഇന്ന് രാത്രി നാം കർത്താവിനെ മതിമറന്ന് ആരാധിക്കണം, മതിമറന്ന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. എത്രയോ കഴിവുള്ളവർ, യോഗ്യതയുള്ളവർ, നല്ല ആരോഗ്യമുള്ളവർ, സൗന്ദര്യമുള്ളവർ, ധനാഢ്യന്മാർ, ഉന്നത കുലജാതന്മാരൊക്കെ ലോകത്തിൽ നിന്ന് ക്ഷണഭംഗുരമാകുന്ന ജീവിതത്തിന്റെ ആ പരിമിതമായ അനുഭവങ്ങളിൽ ജീവിച്ച് പെട്ടെന്ന് മരിച്ച് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ നമുക്ക് ഒരു യോഗ്യതയും പറയാനില്ല, കുലശ്രേഷ്ഠതകളൊന്നും പറയാനില്ല, ഒന്നും തന്നെ നമുക്ക് അഭിമാനിക്കാനില്ലാതിരിക്കെ കർത്താവ് നമ്മുടെ പ്രാണനെ കരുതിയല്ലോ. അത് ഓർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ നമ്മുടെ വാത്സല്യ സഹോദരൻ ജോൺസൺ അച്ചാൻ എൻ്റെ പ്രിയ സഹധർമ്മിണിയുമായി ചേർന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ ഒരു അവസരം തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ചില നിമിഷങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ബാംഗ്ലൂരൊക്കെ ആയിരുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നതൊക്കെ ഞങ്ങൾക്ക് നയവറക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നൊക്കെ ജോണച്ചാനെ കുറിച്ച് ശാരീരികമായിട്ടും ഇത്രയൊന്നും വണ്ണവും തടിയൊന്നും ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എപ്പോഴാണ് ഇത്രയും തടി മണ്ണൊക്കെ വെച്ചെന്നിരിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എല്ലാ നിലവാരത്തിലും ഒരു വ്യത്യസ്തമായ സ്വഭാവവും അതിൻ്റെ നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു നല്ല ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ. ദൈവത്തിന് സ്തോത്രം. തന്നെ ദൈവം തൻ്റെ ജീവിതത്തിൽ ഒത്തിരി സുഖദുഃഖ സമ്മിശ്രമാകുന്ന ജീവിതത്തിൻ്റെ മേടുകൾ, മേഖലകൾ താണ്ടേണ്ടി വന്നു എങ്കിലും കരം പിടിച്ച ദൈവം കരം വിട്ട് കളയാതെ, പിന്നെയും തന്നെ തകർത്ത് കളയാതെ ഉലകത്തിൽ പ്രത്യാശയോടെ നിർത്തി ആ നല്ല കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ വാത്സല്യങ്ങളുടെ ലാസറച്ചായ ഈ പറഞ്ഞതുപോലെ തന്നെ വഴിമന്തി വെച്ച് കണ്ടു വാച്ച നമുക്ക് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ് അങ്ങനെ പിടിച്ചൊഴിഞ്ഞ് പോരുമായിരുന്നു. അതുകൊണ്ട് ബൈബിളൊന്നും എടുക്കാതെ അദ്ദേഹം അവിടെ തൊട്ട് എൻ്റെ ബൈബിളും ഇല്ല, ഹെൽമറ്റും ഇല്ല. ഞാൻ പോയി രണ്ടും ഉണ്ട്, കുഴപ്പമില്ല പോലെ അങ്ങനെ പിടിച്ച പിടിയാതെ ഞാൻ കൊണ്ടുപോരുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരാവശ്യത്തിന് വേണ്ടി ഞാനൊരു
വേളൂർ കോളേജിൽ ചെന്നിങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കയറി വരും. അങ്ങനെ ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ദൂരം ഓടിപ്പോകണം. ഉള്ളത് കൊണ്ട് അച്ഛൻ എനിക്ക് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം തിരിച്ച് എൻ്റെ വീട്ടിൽ പോകാൻ. അതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉദ്ധാരണത്തിനും വളർച്ചയ്ക്കുമൊക്കെ നിതാന്തമാകുന്ന ദൈവവചനത്തിൻ്റെ ചില ചിന്തകൾ 2-3 വാക്കുകളിൽ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ നിലനിൽപ്പ് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. വചനം അത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അവൻ ചിലതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ഒരുപാട് ഘടകങ്ങളുള്ളത്, ചിലതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷേ അടിസ്ഥാനപരമാകുന്ന ഘടകങ്ങളില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതില്ലെന്ന് പറഞ്ഞ് എനിക്കില്ല, അത് വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരുത്തർക്കും പറ്റത്തില്ല. ഇരട്ട ചങ്കവും പിന്നെ മുച്ചങ്കവും എത്ര ചങ്കുണ്ടെന്ന് പറഞ്ഞാലും അവർക്കാർക്കും ഈ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് ജീവിക്കാനേ പറ്റില്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ് അല്ലേ? അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർ? സ്തോത്രം. വെള്ളം, വായു, ആഹാരം, വസ്ത്രം, പാർപ്പിടം അല്ലേ? ഇത് അടിസ്ഥാനപരമായ കാര്യം. ഇത് വേണ്ടെന്ന് പറഞ്ഞു വായു, എനിക്ക് പ്രാണവായു വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റുമോ? എത്ര വലിയ ആളാന്ന് പറഞ്ഞാൽ എന്തെല്ലാം വെട്ടിപ്പിടിച്ചിടക്കി ആരൊക്കെയാണെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, പ്രാണവായു ഒന്നും എനിക്കിവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ ജീവിക്കുമെന്നൊക്കെ പറയാൻ ചങ്കൂറ്റമുള്ളവർ ആരുണ്ട് ഇവിടെ? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നതുപോലെയാണ് പാർപ്പിടം. നമുക്കറിയാം, കേരളക്കരയിൽ പിടിച്ച് കുലുക്കിയ ഒരു ഭയങ്കര കേസായിരുന്നു ജിഷാമർ കേസ് പെരുമ്പാവൂർ. ആ അന്ന് പിന്നീട് ആശങ്ക കിട്ടിയപ്പോഴത്തേന് വെച്ചിട്ട് അങ്ങ് മാറിപ്പോയി. പിന്നെ പോട്ടെ. അല്ലല്ലോ, ആ കാലഘട്ടത്തിൽ ഇത് കേസ് അന്വേഷിക്കാനൊക്കെ ഇവിടെ ആൾക്കാർ ചെല്ലുമ്പോൾ, മന്ത്രിമാരും എംഎൽഎമാരും ഒക്കെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് എന്തുമായിരുന്നു? കെട്ടിയടച്ചൊരു നല്ല വീടുണ്ടായിരുന്നുവെങ്കിൽ സാറുമാരെ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലായിരുന്നു. അപ്പോൾ വീട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അടിസ്ഥാനപരമാണ്. ആഹാരം, വസ്ത്രം, ഇതെല്ലാം അടിസ്ഥാനപരമായി. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. എന്നതുപോലെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വചനമില്ലാതെ അവന് ഒരു കാലത്തും ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവന്റെ നിലനിൽപ്പ് അവനെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. അടിസ്ഥാനപരമായി ദൈവത്തിന്റെ വചനത്തെ വൃത്തോട് ചേർത്ത് ആ വചനത്തോട് കൂറുപുലർത്തി ജീവിക്കുന്നവരെ ദൈവം മാനിക്കും. അവരെ ഒരു നാളും ദൈവം കൈവിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു വാക്യം വേഗത്തിലൊന്ന് വായിച്ച് അത് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചിട്ട്. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും സുപരിചിതവുമായ ഒരു 2 വേദവാക്യങ്ങളാണ് വായിച്ചത്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം കൊണ്ട് അവസാനിക്കുന്ന ഒരു ചെറിയ ലേഖനമെങ്കിലും എടുത്ത ഒട്ടനവധി കാര്യങ്ങൾ പൗലോസ് അതിനകത്ത് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെ പോകണമെന്നുള്ളതിൻ്റെ വളരെ ആഴമായ, വളരെ വ്യക്തമായ നിലയിലുള്ള തൻ്റെ അനുഭവങ്ങളോടൊക്കെയുള്ള ബന്ധത്തിലും യേശു കർത്താവിനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ അധ്യായങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. ഏകദേശം AD 60-62 കാലഘട്ടങ്ങളിൽ റോമൻ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. തീമോഥെയോസിന്റെ സഹായത്തോടു കൂടെ കാരാഗ്രഹത്തിലൊക്കെ താൻ്റെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കാലൊക്കെ ആമത്തിലൊക്കെ ഇട്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്റെ കരങ്ങൾ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നാവ് അനങ്ങുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ താൻ കൂടുതൽ കാരാഗ്രഹത്തിൽ വെച്ച ദൈവത്തിന്റെ ആത്മദൈവത്തിൽ ദൈവം പുസ്തകത്തിൽ കൊടുക്കുന്നത് അത് അപ്പോൾ എഴുതി അതത് സഭകൾക്ക് കൊടുക്കണമെന്നുള്ള ദൈവത്തിന്റെ ആലോചന ആയതുകൊണ്ട് അതിന് ഉതകുന്ന ആൾക്കാരെ താൻ വിളിച്ചു വരുത്തുകയും അവരെ കൂടെ ഇരുത്തിക്കൊണ്ട് താൻ പറഞ്ഞു കൊടുക്കും. അവരെഴുതും. ദൈവത്തിന് സ്തോത്രം. തനിക്ക് എഴുതാൻ പറ്റുമെങ്കിൽ താൻ എഴുതും. എഴുതിയത് ആരെങ്കിലും വിളിച്ചു വരുത്തി അവരുടെ കയ്യിൽ കൊടുത്ത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. അങ്ങനെയാണ് പൗലോസിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അങ്ങനെ കാരാഗ്രഹത്തിൽ, റോമൻ കാരാഗ്രഹത്തിന്റെ ഏകതാരിൽ ഇരുന്നു കൊണ്ട് ആത്മനിയോഗത്തിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം താൻ എഴുതി ഫിലിപ്പിയ സഭയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ താൻ 1-ാം വാക്യത്തിൽ
അദ്ദേഹം പറയുന്നത് ഈ ഫിലിപ്പിയർ ലേഖനം തന്നെ എഴുതുമ്പോൾ അതിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനുള്ള സന്തോഷം. അതാണ് ഫിലിപ്പിയരുടെ സഭയെക്കുറിച്ച് താന് എഴുതി കൊടുക്കുന്ന ലേഖനത്തിന്റെ വിഷയം. 4 അധ്യായങ്ങൾ അടങ്ങിയ ഈ ലേഖനം എഴുതി കൊടുക്കുമ്പോൾ അതിന്റെ പ്രധാന വിഷയം ഫിലിപ്പിയരുടെ സഭ അറിയാൻ പറയുകയാണ്. ഞാനിത് എഴുതി നിങ്ങൾക്ക് തരുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനുള്ള സന്തോഷം. ആ സന്തോഷം കേട്ടപ്പോൾ ആർക്കും സന്തോഷം വന്നില്ല. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യമൊന്നും അല്ല. അതറിയാവുന്നവർ അന്യര് പറയത്തില്ല. സ്തോത്രം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വില കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കിക്കേ, പൗലോസ് ലേഖനം എഴുതിയ പൗലോസ് തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് കാരാഗ്രഹത്തിന്റെ അകതാരിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. വേണമെങ്കിൽ ക്രിസ്തുവിനെ എതിർക്കാം, ക്രിസ്തുവിനെ വേണ്ടെന്ന് വെക്കാം, തള്ളിപ്പറയാം, ഉപേക്ഷിക്കാം. ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവിടെ വെച്ച് യേശുവിനെ തള്ളിപ്പറയാം. പക്ഷെ തള്ളിപ്പറയൽ ക്രിസ്തുവിന് വേണ്ടി ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. കഷ്ടമെങ്കിൽ കഷ്ടം, നഷ്ടമെങ്കിൽ നഷ്ടം, രോഗമെങ്കിൽ രോഗം, ദുഃഖം, പ്രയാസങ്ങൾ, മരണം എന്റെ ജീവിതത്തിൽ വന്നാലും താൻ പറയുന്നത് ഞാൻ ജീവിക്കുന്നുവെന്ന് എന്റെ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് എനിക്ക് ലാഭമെന്നാണ് താൻ പറയുന്നത്. ഏത് തരത്തിലും, ഏത് മേഖലകളിലും, ഏത് സാഹചര്യങ്ങളിലും അതിനനുസരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തന്റെ നിലനിൽക്കുന്ന ഒരു ആത്മഭക്തൻ, അതാണ് പൗലോസ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഇതേ പൗലോസ് തന്നെ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ 2 ലേഖനത്തിൽ അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അത് ഇനി നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ആർക്ക് വേണ്ടി ജീവിക്കണം? ആ വാക്യം വായിക്കുന്നു. 5:15, 2 കൊരിന്ത്യർ 5:15. ജീവിക്കുന്ന ഒരുവൻ മരിച്ചു. ആര് മരിച്ചു? ക്രിസ്തു മരിച്ചു. ആർക്കു വേണ്ടി മരിച്ചു? പാപികളായിത്തീർന്ന മനുഷ്യർക്കൊക്കെ ദൈവത്തോട് അടുപ്പിക്കേണ്ടുന്നതിന് അവരെ നേടിയെടുക്കുവാൻ കാൽവരി ക്രൂശിൽ യേശു എനിക്കും നിങ്ങൾക്കുമായി പരമയാഗമായി തീർന്നു. അവിടെ വെച്ച് യേശു മരിച്ചു. ഇനി ആരും മരിക്കണ്ട. മരണത്തെ മാറ്റിക്കൊണ്ട് യേശു കർത്താവ് നമുക്ക് ജീവൻ ധാരാളമായി നൽകിയിട്ടുണ്ട്. യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുക, ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്, നിങ്ങളുടെ മരണത്തെ പിടിച്ചു മാറ്റി ജീവൻ നൽകിത്തന്ന യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വിരൽചൂണ്ടലുകളും ഒറ്റപ്പെടുകയും നിന്ദകളും ആക്ഷേപങ്ങളും രോഗങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വരുമ്പോൾ ഈ വലിയ സ്വത്വമൊക്കെ നമ്മുടെ അകലത്തിൽ നിന്ന് വരണം. ഹല്ലേലൂയ. കാരണം യേശുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെയും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരുക്കത്തോടെ തീരുമാനത്തോടെ ആര് നിൽക്കുമോ അവരുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ സമൂഹമധ്യേ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടത്, തലമുറയാതിരിക്കേണ്ടതിന് നമ്മുടെ നടുവിൽ ദൈവം ചെയ്യുന്നത്. ഹല്ലേലൂയ. പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, എന്താ പറയുന്നത്? 4 കാര്യങ്ങൾ ഈ പൗലോസ് 4 അധ്യായങ്ങളിൽ കൂടെ സവിസ്തരമായി ഇവരെ 3 പേർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. 3 പേർക്ക്. ഒന്നോട് വായിച്ച വാക്യം. ഒന്ന് ക്രിസ്തുയേശുവിന്റെ ദാസന്മാരായ പൗലോസ്, ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല, ഒന്ന് സകല വിശുദ്ധന്മാർക്ക് എഴുതുന്നു. അടുത്തത് 2 അധ്യക്ഷന്മാർക്ക് എഴുതുന്നു. 3 ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നു. എന്തെഴുതുന്നു? 4 അധ്യായമുള്ളൂ. എന്തെഴുതി? സ്തോത്രം. ഈ 4 അധ്യായത്തിനകത്ത് പൗലോസ് 3 കൂട്ടരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി എഴുതുന്നു. എന്താ എഴുതിയെന്ന് നമ്മൾ ഇതുവരെയെങ്കിലും കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? എന്തോ എഴുതി?
ഈ പുസ്തകം ഇത്ര നാൾ നമ്മൾ കൊണ്ട് നടന്നല്ലോ. പൗലോസ് എന്തോ എഴുതിയത്, ഇങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് പോലും നമുക്കറിയാമല്ലോ. എപ്പോഴാണോ ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, ഞാൻ എഴുതുന്നു. എന്തെഴുതുന്നു? ഹല്ലേലൂയ. ആർക്ക് വേണ്ടി എഴുതുന്നു? ഹല്ലേലൂയ. എന്തിനു വേണ്ടി എഴുതുന്നു? നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് പൗലോസിന്റെ അകതാരിൽ ദൈവം കൊടുത്ത ചിന്തകൾ. ഹല്ലേലൂയ. അതെല്ലാം സവിസ്തരമായി പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. പക്ഷേ ഓരോ അധ്യായത്തിലും പൗലോസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് ഈ 3 കൂട്ടരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഒന്ന്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക. ഹല്ലേലൂയ. ഈ 3 കൂട്ടരുടെ നോക്കിക്കൊണ്ട് എഴുതുക. ഒന്ന്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഹല്ലേലൂയ. പറ്റുമോ? സുവിശേഷത്തിന് വേണ്ടി അതിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറയുമ്പോൾ 1:27 വാക്യം കിടക്കുന്നു. 1:27 ഒന്നാം അധ്യായത്തിന്റെ ആമേൻ 27ാമത്തെ വാക്യത്തിൽ കിടക്കുന്നു. ആമേൻ ഹല്ലേലൂയ. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഹല്ലേലൂയ. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം വിളിച്ച വിളിയുടെ യോഗ്യമാവണ്ണമുള്ള നടപ്പ്. അതാ ഹല്ലേലൂയ. നമ്മൾ വിളിച്ചപ്പോൾ നമുക്കൊരു യോഗ്യത തന്നു. അയോഗ്യരായ, യോഗ്യതയില്ലാതെ, അർഹതയില്ലാതെ കിടന്ന സാഹചര്യത്തിൽ നമ്മൾ വിളിച്ചു വേർതിരിച്ചിട്ട് നമുക്ക് യോഗ്യത തന്നു. ആ യോഗ്യതയ്ക്കകത്ത് നമ്മൾ നടക്കേണ്ടുന്ന വിധങ്ങൾ നമുക്ക് തന്നു. ആ വിധപ്രകാരം നമ്മൾ നടക്കണം. അതാ സുവിശേഷത്തിന് യോഗ്യമായ നടപ്പ്. അതെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത് വാക്യം വായിക്കുമ്പോൾ, നമുക്ക് താഴേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിളിച്ച വിളിയുടെ യോഗ്യതകൾ അവിടെയാണ് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം അദ്ദേഹം. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകണം. ഒന്ന്, പൂർണ്ണ വിനയത്തോട്, സൗമ്യതയോട്, ദീർഘക്ഷമയോടുകൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കൊടുക്കണം. ആത്മാവിലെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാത്തുകൊള്ളണം. ഇതൊക്കെയാണ് സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള നടപ്പ്. ഹല്ലേലൂയ. ഇതൊക്കെ ആവശ്യമില്ലായിരുന്നെങ്കിൽ പൗലോസ് ഫിലിപ്പി സഭയ്ക്ക് എഴുതി കൊടുക്കുക. ജീവിക്കുന്നെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കണം. ഒത്തുവരുപ്പൻ ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ചടങ്ങനുഷ്ഠിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആരെയെങ്കിലും പ്രീതിപ്പെടുത്തുന്നതല്ല ക്രൈസ്തവ ജീവിതം. അതിനൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയുടെ പട്ടികകൾ 1, 2, 3 ഗണത്തിൽ എഴുതി തരുമ്പോൾ അത് പണ്ടില്ലെന്ന് നടിക്കാനുള്ളവരല്ല, എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളവരല്ല. ഉലകത്തിൽ ജന്മം തന്നത്, ഉലകത്തിൽ ജീവിക്കുവാൻ ജന്മാവകാശം തന്നത് എങ്ങനെയെങ്കിലും ജീവിച്ചവരെ തീർക്കാനല്ല, ലോകത്തിനെ യുദ്ധം ചെയ്ത് ജീവിക്കാനല്ല. ഹല്ലേലൂയ. അനിഷ്ടം പോലെ ജീവിക്കാനല്ല. ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. ഇത് അനുഷ്ഠിക്കണം. അത് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. സകലരും അനുഷ്ഠിക്കണം. ഹല്ലേലൂയ. പെന്തക്കോസ്തുകാർക്ക് മാത്രമല്ല, ക്രൈസ്തവർക്ക് മാത്രമല്ല, ലോകത്തിലെ സകല മാനവകുലത്തിൽ വച്ചിരിക്കുന്ന നിയമമാണിത്. കണ്ടില്ല കേട്ടില്ല നടിക്കുവാൻ പറ്റില്ല സ്നേഹിതരെ. അതുകൊണ്ട് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഹല്ലേലൂയ. അവൻ എഴുതി കൊടുക്കുന്നു. നമ്മളിതൊക്കെ ഇങ്ങനെ ഈ ചുരുളുകളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ നമ്മൾ ഇതിനകത്തെ ആഴങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് എളുപ്പമുണ്ടാകുന്നത് അല്ലേ? മോശയ്ക്ക് സംഭവിച്ചതുപോലെ മോശയോട് സമാഗമന കൂടാരത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. അതിന്റെ അളവൊക്കെ എടുത്തു. ഇത് തടി വെച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം പറഞ്ഞു. അവസാനം ഇതിനകത്ത് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അതും ശരി. അതിന്റെ അളവും കണക്കൊക്കെ കൊടുത്തു. ഏത് തടി വെച്ചുണ്ടാക്കണം, പൊന്ന്, വെള്ളി, എത്ര തൂക്കം വേണേ, അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ചുരുളും കൊണ്ട് മോശ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക. തെക്കോട്ട് മടക്കം നടക്കുക. സമാധാനമില്ല, സ്വസ്ഥതയില്ല, അളവുണ്ട്, കാര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പണിയാൻ പറ്റുന്നില്ല. പണിയാണോ നിയോഗമില്ല. പണിയാൻ വേണം. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന് ആകെ പ്രശ്നത്തിലാകപ്പെട്ടിരിക്കും. ചുരുളുണ്ട്, കയ്യിൽ ചുരുളുണ്ട്, പക്ഷെ പണി നടക്കുന്നില്ല. ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ കയ്യിലും ദൈവോചനത്തിന്റെ ചുരുളുണ്ട്, പക്ഷേ ദൈവപണി നടക്കുന്നില്ല, പ്രവൃത്തി വെളിപ്പെടുന്നില്ല. കാരണം ഇതിനകത്തെ ആഴങ്ങൾ മനസ്സിലാക്കി ദൈവം നിയോഗത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
അത് പണിയേണ്ടുന്നവരെ ദൈവം പൊക്കിയെടുത്തുകൊണ്ട് വരികയും അതിന്റെ നിയോഗവും പ്രാർത്ഥിക്കുന്നവരെ മുഴങ്കാൽ നടക്കുന്നവരെ ദൈവം അരുളപ്പാട് അറിയിച്ചുകൊണ്ട് അതിന്റെ ദൗത്യത്തിനകത്തേക്ക് ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ. ഈ ചുരുട് നമ്മളിങ്ങനെ കൊണ്ടുവരാൻ ധ്യാനിക്കണം, വായിക്കണം, പഠിക്കണം, ചിന്തിക്കണം, മുഴങ്കാൽ കിടക്കണം, പ്രാർത്ഥിക്കണം. ഇതിന്റെ അകത്തെ ഉള്ളടക്കം വെച്ചിരിക്കുന്ന ആത്മീക സത്യങ്ങളെ, മാർമികമാകുന്ന രഹസ്യങ്ങളെ തന്റെ ജനത്തിന് വെളിപ്പെടുത്ത് ആരെ കൊണ്ട് പണിയണം, ആരെ കൊണ്ട് പണിയിക്കണം എന്നൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി നമുക്ക് സൂചന നൽകി തരും. ഹല്ലേലൂയ. ഒറ്റ അരുളപ്പാട് ദൈവം മോശയ്ക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം മോശയ്ക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇറങ്ങി വന്ന ഒറ്റ പറച്ചില്ല, നീ എന്തിനാ വ്യാകുലപ്പെടുന്നത്, നീ എന്തിനാ ഭാരപ്പെടുന്നത്, നീ എന്തിനാ ചിന്തിക്കുന്നത്, ചുരുളിന്റെ കയ്യിലിരിക്കുന്ന ശരി തന്നെ നീ ഭാരപ്പെടണ്ട, അതിന്റെ തേവഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവ ആ ടെൻഷൻ അടിച്ച് പറയാൻ പറ്റുന്നത് മുഴങ്ങാൻ തുടങ്ങി, കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ മുട്ടുമടക്കിയപ്പോൾ ഉയരത്തിലെ ദൈവത്തിന്റെ വെളിപ്പാട് ഇറങ്ങി വരിക, അരുളപ്പാട് ഇറങ്ങി വരിക. മുഴങ്ങാൻ വിളക്കുന്ന ദൈവത്തിന്റെ വൈതല്, കരയുന്ന ദൈവത്തിന്റെ വൈതല്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈതല്. എത്ര വലിയ പ്രശ്നമായാലും നേരിടുന്ന പ്രശ്നമായാലും നിന്റെ പ്രശ്നത്തിന് പരിഹാരമായ ദൈവങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരിക ചെയ്യും. അവൻ നിനക്ക് വേണ്ടത് ആലോചനകൾ, അവൻ നിനക്ക് വേണ്ട വേഴപ്പാടുകൾ, അവൻ നിനക്ക് വേണ്ട സൂര്യകൾ. ഹല്ലേലൂയ. മോശയോട് പറയുക, മോശേ, യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനാകുന്ന ഊരിയുടെ മകൻ ബെസലേലിനെ ഞാൻ പേരെന്ന് വിളിച്ചിരിക്കുന്നു. അവൻ സമാഗമന കൂടാരത്തിന്റെ ഓരോ ഉപകരണങ്ങളെ പണിയും. അഹരോന്റെ മകനാകുന്നവനെ കൂടെ ഞാൻ അവനെ കൂടെ ചേർത്തുകൊണ്ട് അവർ തമ്മിൽ ചേർന്ന് പണിയും. ഈ വേദന. ഹല്ലേലൂയ. രാത്രി നമ്മുടെ വ്യാകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് അതിന് ഒത്തവണ്ണം ഇറങ്ങിവെന്ന് അതിന് വേണ്ടി നീക്കുവെപ്പ് നൽകിയിട്ടുണ്ട്. നമ്മെ കൊണ്ട് പണിയണമെങ്കിൽ, നമ്മളെ കൊണ്ട് അല്ല മറ്റേതെങ്കിലും മാധ്യമങ്ങൾ കണ്ടെത്തി അതിനെ കൊണ്ട് പണിയിക്കണമെങ്കിൽ അതിന്റെ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിവുറ്റൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരാധനായ ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് ആത്മാവിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ദൈവത്തെ ആത്മാവിൽ പ്രതികരിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ചരിത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ നേതൃത്വത്തിൽ അവൻ ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവന്റെ ദ്വീപിലെത്തുന്ന സാഹചര്യത്തിന്റെ നടുവിലെത്തുമ്പോൾ അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ലാതെ ദാഹിച്ചു വരുന്നു. അവർക്ക് വെള്ളം ഉറവ ദൈവം തുറന്നു കൊടുക്കുന്നു. ആ സമയത്താണ് ഇവർക്ക് നന്മ ലഭിച്ചു എന്ന് കണ്ടപ്പോൾ ഈ നന്മയെ അപകരിഞ്ഞു കൊണ്ടുപോകുവാൻ അമാലേക്കിന്റെ ശക്തി അവരുടെ നേരെ വരികയാണ്. അമാലേക്കിന്റെ ശക്തി വന്ന് അവർക്ക് നേരെ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ മോശ അവൻ യേശുവെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവേ, നാളെ നീ പടക്കളത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. ഞാനും ഹൂരും അവരോടും കൂടെ ഈ കുന്നിന്റെ മുകളിൽ കയറിപ്പോയി ദൈവത്തിന്റെ പാദത്തിൽ യാഗമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ പടക്കളത്തിൽ നിന്റെ കയ്യിലിരിക്കുന്ന ആയുധം എടുത്തുകൊണ്ട്, പടവാളൂരി എടുത്തുകൊണ്ട് നിനക്കെതിരെ നമുക്കെതിരെ എതിർക്കുന്ന ആവേശത്രു പാളയത്തെ ആരാധന നിർത്തണം. ഹല്ലേലൂയ. അങ്ങനെ കുന്നിന്റെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൈവരി ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൈക്ക് അവൻ ബലഹീനത സംഭവിച്ചു. ഹല്ലേലൂയ. കൈ പതുക്കെ താഴാൻ തുടങ്ങിയപ്പോൾ ഒരു ഭാഗത്തേക്ക് ഊരോടി ചെന്നിട്ട് അവന് മോശയുടെ കരം താഴുവന്നാൽ ഇസ്രായേൽ ജനം പരാജയപ്പെടും. അവൻ മോശയുടെ കരം ഉയർന്നിരുന്നാൽ അവൻ ഇസ്രായേൽ ജയിക്കും. ഹല്ലേലൂയ. ഇത് കണ്ടുകൊണ്ട് ഒരറ്റത്തേക്ക് ഓടിയെടുക്കുകയോ ഊര് അവൻ ഓടിയെടുത്തുകൊണ്ട് മോശയുടെ കരം താങ്ങി പിടിച്ചു നിൽക്കുകയാ. മറുഭാഗത്തേക്ക് അവരെ എടുക്കുകയാ. മറുകൈയിലേക്ക് അവരെ പിടിച്ച് ഈ കൈ ഉയർത്തി പിടിച്ചിരുന്നപ്പോൾ അന്ന് ഉയരത്തിലെ ദൈവം അവന്റെ സന്തതി പരമ്പരകളെ ദൈവം കണ്ടിട്ട് അടിവരയിട്ട് വെച്ചു. ഹല്ലേലൂയ. ഹൂരിനെ നോക്കിക്കൊണ്ട് അവന്റെയും അവന്റെ കുടുംബത്തിന്റെയും പേരെഴുതി അടിവരയിട്ട് വെച്ചു. ഹല്ലേലൂയ. നാളുകൾ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞു. അവനെ ഈ സംഭവം ഒരുമിച്ച് മോശ മറന്നുകാട്, ഹൂരി മറന്നുകാട്, അകലെ മറന്നുകാട്, യേശു മറന്നുകാട്, സകല ഹൂരന്മാരും മറന്നുകാട്. പക്ഷേ അവൻ നാളുകളെ കഴിഞ്ഞാൽ മറക്കാത്തൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എത്ര നിലനിന്നിട്ടുണ്ടോ
മകനാകുന്ന ഊരിക്കും വേണ്ടുന്ന വിദ്യാഭ്യാസമോ യോഗ്യതയോ ഒരുപക്ഷെ കാണത്തില്ല. ആ തലമുറ കഴിഞ്ഞു മൂന്നാമത്തെ തലമുറയായപ്പോഴത്തേക്ക് ഈ ബസലേലിന് അല്പം ബുദ്ധിയും സാമർഥ്യവും കഴിവും ബുദ്ധിയാസമ്പന്നതയും ഒക്കെ ഉണ്ടെന്ന് ദൈവം കണ്ടപ്പോൾ പിന്നെ ദൈവം അമാന്തിച്ചില്ല. അന്നത്തെ കണക്ക് തീർക്കാൻ തന്റെ ഭക്തനാകുന്ന മോശയുടെ കൈ കാവിൽ താഴോട്ട് പോകാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരമൊന്ന് താങ്ങിയതിന് പ്രതിഫലം കൊടുക്കാൻ അത് മോശയുടെ ദൈവം വിളിച്ചു പറയാ. എന്തിനാ നീ ഭാരപ്പെടുന്നത്? അത് ഹൂരിയെ നിനക്കറിയത്തില്ലേ? അത് ഹൂരിന്റെ മകനാണ്. ഹൂരിയെ നിനക്കറിയത്തില്ലേ? ഹൂരിയുടെ മകനാണ് നിനക്കറിയത്തില്ലേ? അവരെ ഞാൻ പേരെ വിളിക്കുകയാ. ഹൂരിന്റെ കുടുംബത്തെ തള്ളിക്കളയത്തില്ലേ? ഹല്ലേലൂയ. ആ ചരിത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹൂർ എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം, ഊരി എന്ന് പറഞ്ഞ പ്രകാശം, അത് ബസലേൽ എന്ന് പറഞ്ഞ കരുതൽ. ആരാണ് ബസലേൽ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കഴിയും, പ്രകാശത്തിൽ നിന്ന് ജനിച്ച് ദൈവിക സംരക്ഷണയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നവൻ അവനാണ് ബസലേല്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആ ഉയരത്തിലെ ദൈവം നമ്മെ കൈവിട്ട് കളയത്തില്ല. അവൻ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറുവില നെറ്റിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കണക്ക് നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് യോഗ്യമാവണ്ണം ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ജീവിക്കണം. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൻ അവൻ മാതൃകയുള്ളവനാണ്. അവൻ ക്രിസ്തുവിനെ മാതൃകയാക്കി നമ്മൾ ജീവിക്കണം. അതാ പൗലോസ് എഴുതി കൊടുക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു പരമകളിയുടെ നാട്ടിലേക്ക് നമ്മൾ ആമേൻ ഓടുക. അതാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത്. നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ അവൻ ഫിലിപ്പി ദിവസങ്ങളോട് പറയുകയാണ്, അവൻ നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, സകലതും നിങ്ങൾ ക്രിസ്തു യേശുവിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം അറിയിക്കുകയത്രേ വേണ്ടുന്നത്. അവൻ രാത്രി അവന് ഹല്ലേലൂയ അതിനൊന്നും വിശദീകരിക്കുന്ന സമയം എന്റെ മുമ്പിലില്ല. അതിന്റെ അവസാനത്ത് നാലാമത്തെ അധ്യായത്തിൽ പൗലോസ് എഴുതി വെച്ചു, നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. വിചാരപ്പെടരുത്. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ സേവിക്കുന്ന ദൈവം, നാം ഉയർത്തുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു, അവൻ നിങ്ങൾ വിചാരപ്പെടുവാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ഭാരപ്പെടുവാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ കരയാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ ആഗ്രഹപ്പെടാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടട്ടെ, ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടട്ടെ. നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ പേരിട്ടുകൊള്ളുക. ഹല്ലേലൂയ. നമ്മൾ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭാരപ്പെടുത്തുന്നത്, പിശാച് ഭാരപ്പെടുത്തുന്ന രണ്ട് കാര്യമാണ്. അല്ലെങ്കിൽ ആര് നമ്മളെ ഉയർത്തും, ഹല്ലേലൂയ, ആര് നമുക്ക് വേണ്ടി കരുതും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ അവൻ പത്രോസിന്റെ 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ എഴുതി വെച്ചു. അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിയെടുക്കുന്നതിന് അവന്റെ ബലമുള്ള ഭുജങ്ങൾക്ക് കീഴെ താണിരിക്കുകയും അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. ചിന്താകുലപ്പെടേണ്ട, വ്യാകുലപ്പെടേണ്ട. എന്റെ വാക്കുകളിൽ ദൈവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏതെങ്കിലും ഭാരത്തോടെ, ചിന്താഭാരത്തോടെ ആരെങ്കിലും നടുവിലിരിക്കുന്നെങ്കിൽ അവർക്കുള്ള സന്ദേശമാണ്, അവർക്കുള്ള ദൂതാണ്. ഈ ദേശത്തിൽ ചുറ്റുപാടുകളിൽ ആമനായി വന്നിട്ടാണ് ആരെങ്കിലും ഒക്കെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ജീവിതത്തിന്റെ പത്തിരത്തിൽ നേരിടുന്ന വിഷയങ്ങൾ അഭിമുഖീകരിച്ചത് നേടുവാൻ കഴിയാതെ, നാളുകൾ കൊണ്ട് പരിഹാരം കാണുവാൻ കഴിയാതെ ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ഏതെങ്കിലും രോഗത്തിന്റെ ഭാരം പേടിക്കുന്നുണ്ടോ, അവൻ തലമുറയോർത്ത് വേദനിക്കുന്നുണ്ടോ, ഭാരപ്പെടുന്നുണ്ടോ, ഉപജീവന മാർഗങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, മറ്റേതെങ്കിലും ജീവിതത്തിന്റെ പ്രയാസങ്ങളാൽ നീ ഭാരപ്പെടുന്നെങ്കിൽ വിചാരിക്കുന്ന ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ കൂടെ കേൾക്കുന്നെങ്കിൽ അവർ ഉച്ചഭാഷകൾ വിളിച്ചു പറയുകയാ, ഒന്നിനെ ചൊല്ലി നിങ്ങൾ വിചാരപ്പെടേണ്ട, ഒന്നിനെ ചൊല്ലി നിങ്ങൾ ആകുലപ്പെടേണ്ട. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ പേരിട്ട് കൊള്ളുക, യേശുവിനെ പേരിട്ട് കൊള്ളുക. ഹല്ലേലൂയ. ഈ 4 അതിപ്രധാനമായ കാര്യമാണ് പൗലോസ് ഹല്ലേലൂയ 3 പദവിയിൽ ഇരിക്കുന്ന ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് ഫിലിപ്പി ലേഖനത്തിന് അവൻ ഫിലിപ്പിലുള്ള സഭയ്ക്ക് എഴുതി കൊടുക്കുന്നത് ക്രിസ്തുവിനെ യോഗ്യമാവണ്ണം നടക്കണം, അവൻ ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കണം. ഹല്ലേലൂയ. പരമകളിയുടെ നാട്ടിലേക്ക് നമ്മൾ ഓടണം. അവൻ ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടാതെ നിന്റെ സകല കാര്യങ്ങൾ ക്രിസ്തു യേശുവിൽ നീ അറിയുക വേണ്ടുന്നത്. ഈ 4 അതിപ്രധാനമായ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തി ഒത്തിരി ഉപരിപരമാകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അവൻ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഏറ്റെടുത്തുകൊണ്ട് അവൻ ഈ നാളുകളിൽ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നടന്ന് ജീവിച്ച് അവൻ ക്രിസ്തുവിനെ മാതൃകയാക്കി ഒന്ന് ജീവിച്ച് ഇവിടുത്തെ നല്ല പരമവിളിയുടെ നാക്കിലേക്ക്
നമുക്ക് പോകാം. അവൻ ഈ ഫിലിപ്പിയർ 3:21 വാക്യത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, നമ്മുടെ പൗരത്വം അങ്ങ് സ്വർഗത്തില. അവിടെ നിന്നല്ലോ നമ്മളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത്. അതുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന മാറാനാഥ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. യേശു വരാറായി, ജനസമൂഹമേ യേശു വരാറായി, അവൻ അയൽവക്കമേ ജനമേ യേശു വരാറായി. യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക. അതിനു മുമ്പ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് അവൻ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുഴുകൻ സ്നാനം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പുത്രന്റെ വേണ്ടി ഒരുങ്ങാം. അതിനുവേണ്ടി പ്രത്യാശയോടെ ഉത്സാഹത്തോടെ കാത്തിരിക്കാമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്ന വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട സമയം വെച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നല്ല തിരുവചനം നമ്മളെ കേൾപ്പിച്ചല്ലോ കർത്താവ്. ഹല്ലേലൂയ. അതിനായി ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം.